മഴ തോറും മുംബൈയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയുടെ ബാഗിൽ നിന്നും വൈജയന്തി ഒരു മോതിരം കണ്ടെടുക്കുന്നുണ്ട്. ഇതേതായി മോതിരം? എനിക്കറിയില്ല മാഡം. നിനക്കറിയില്ലെന്നോ? നിന്റെ ബാഗിലുള്ള മോതിരം നിനക്കറിയില്ലെന്ന് പറയുമ്പോൾ അതിലെന്തോ പന്തികേടുണ്ടല്ലോ. നീങ്ങു വാ, ഞാനിതിൽ രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അലീനയുടെ കൈക്ക് പിടിച്ച് വലിച്ച് ഹാളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ്റെ അടുത്ത് എത്തിയപ്പോൾ പറയുന്നുണ്ട്, കണ്ടോ 1600 രൂപ ഉണ്ട്. ഈ ക്യാഷ് ഇവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇവളുടെ ബാഗിൽ നിന്നല്ല എനിക്കിത് കിട്ടിയത്. ഇവളുടെ മമ്മിയുടെ ഫോട്ടോയുണ്ട് ഷോക്കേസിലിരിക്കുന്നു. അതിന് പിറകിൽ ഇവൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, അത് എൻ്റെ ക്യാഷാണ്, എനിക്ക് മമ്മി തന്നിട്ടുള്ള ക്യാഷാണ്. ഓ, അത് ഞങ്ങളങ്ങ് വിശ്വസിക്കണമല്ലേ? ശരി, ഈ സാധനം നിൻ്റെ ബാഗിൽ എങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന മോതിരമെടുത്ത് അലീനയുടെ നേരെ നീട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് വൈജയന്തി. ഇത് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. രോഹിത്തും ബബിതയും എല്ലാവരും എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ എല്ലാവരെയും ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വൈജയന്തി പിന്നെയും ചോദിക്കുന്നുണ്ട്, ദേ അന്ന് എൻ്റെ കയ്യിലുള്ള മോതിരം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ നിൻ്റെ ബാഗെല്ലാം കുടഞ്ഞ് പരിശോധിച്ചതാ. അന്ന് ഈ മോതിരം അതിലില്ലായിരുന്നു. എന്നാൽ അതിന് ശേഷം നീ ഇവിടെ നിന്നും പുറത്തും പോയിട്ടില്ല. പിന്നെ ഈ ഗോൾഡിൻ്റെ മോതിരം നിൻ്റെ ബാഗിൽ എങ്ങനെ വന്നു? എനിക്ക് അറിയില്ല മാഡം, ഇത് എൻ്റേതല്ല. എനിക്ക് അത്രേ അറിയത്തുള്ളൂ. ഈ മോതിരം എങ്ങനെ വന്നു എൻ്റെ ബാഗിലെന്ന് എനിക്കറിയത്തില്ല മാഡം എന്ന് അലീന പറയുന്നുണ്ട്. ഇവളുടെ ബാഗിൽ ഇവൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ മോതിരം ഇവൾ കണ്ടിട്ടില്ലെന്ന് എങ്ങനെയുണ്ട് എന്ന് ബാലൻ്റെ നേരെ നോക്കിക്കൊണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ആ മോതിരം തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനെ, ഇത് നിൻ്റെ ബാഗിൽ നിന്നും കിട്ടിയതാണ്. ഇത് നീ അറിഞ്ഞില്ലെന്ന് പറയുമ്പോൾ അതിനെന്താ അർത്ഥം? നീ പറയുന്നത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ, സത്യമാ സർ ഞാൻ പറയുന്നത്, എനിക്ക് അറിയത്തില്ല. എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും അലീന പെട്ടെന്ന് അങ്ങ് ഓർമ്മിക്കുന്നുണ്ട്. തൻ്റെ റൂമിലേക്ക് ഹരി കയറി വന്ന ദിവസം അവൻ്റെ കയ്യിലൊരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ഒരു ഗോൾഡിൻ്റെ ബോക്സാണ് അവളുടെ മനസ്സിൽ കിടന്നിങ്ങനെ കളിക്കുന്നത്. എല്ലാവരെയും മുഖത്തേക്ക് ഇങ്ങനെ മാറി മാറി അലീന നോക്കുന്നുണ്ട്. എന്താ, നിനക്കൊന്നും പറയാനില്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അത് എന്നിങ്ങനെ വിക്കിക്കൊണ്ട് നിൽക്കുകയാണ് അലീന. പെട്ടെന്ന് രോഹിത്ത് പറയുന്നുണ്ട്, അച്ഛാ, അവൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും, പക്ഷേ ഞാൻ പറയാം എന്താ സത്യമെന്ന്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട്. പെട്ടെന്ന് രോഹിത്ത് പറയുന്നുണ്ട്, ഈ മോതിരം കൊല്ലപ്പള്ളിയിലെ ഹരി ഇവൾക്ക് കൊടുത്തതാ. ഇത് കേട്ടതും അലീന ആകെ തകർന്നു പോകുന്നുണ്ട്. രോഹിത്ത് പറയുന്നത് കേട്ട് ആർക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വീണ്ടും രോഹിത്ത് പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ ഇവൾ താമസിക്കുന്ന സമയത്ത് ഹരിയും ഇവൾ തമ്മിൽ ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹരി ഇവൾക്ക് ക്യാഷൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് കേട്ട് അലീന പെട്ടെന്ന് അത് നിഷേധിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാൽ അതൊന്നും കേൾക്കാനുള്ളൊരു സന്മനസ് ആരും കാണിക്കുന്നില്ല. ഇല്ല, ഇതെല്ലാം വെറുതെ പറയുന്നതാ. അപ്പോഴേക്കും വൈജയന്തി ഇടയിൽ കയറി പറയുന്നുണ്ട്, നീ എവിടെ നിൽക്ക്, ഇവൻ പറയട്ടെ. എന്താടാ എന്താ പിന്നീട് എന്താണ് ഉണ്ടായത്, നീ പറ എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അല്ല, കഴിഞ്ഞ ദിവസം ഹരി ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവനാണ് എല്ലാ വിവരവും എന്നോട് പറഞ്ഞത്. അവൻ്റെ കയ്യിൽ അന്നേരം ഈ റിംഗ് ഉണ്ടായിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, ഇത് അലീനയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചതാണെന്ന്. അതാ ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വൈജയന്തി ആക്രോശിക്കുന്നുണ്ട്, മിണ്ടിപ്പോകരുത്. പറയടാ, നീ പറ, പിന്നീട് എന്താ ഉണ്ടായത്? അല്ല, പിറ്റേന്ന് രാവിലെ ഞാൻ ഹരിയോട് ചോദിച്ചു, എടാ നീ അവളെ ഇന്നലെ മീറ്റ് ചെയ്തോ, റിങ് കൊടുത്തോ എന്ന്. അപ്പോൾ ഹരി പറഞ്ഞു, ആ മീറ്റ് ചെയ്തു, കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോഴേക്കും വൈജയന്തി അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ രോഹിത്ത് പറയുന്ന കള്ളക്കഥകളെല്ലാം കേട്ട് ആകെ പകച്ചു നിൽക്കുവാണ്. ബാലചന്ദ്രൻ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എടാ ഇതെല്ലാം സത്യമാണല്ലോ അല്ലേ? അച്ഛാ, ഈ റിങ് അവൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ കണ്ടതാ. പിന്നെ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞത് അവനാ. സത്യമാണോ അല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. ശരി, ഞാൻ അവനക്ക് വിളിച്ച് ചോദിക്കും എന്ന് പറയുമ്പോൾ, ആ അച്ഛൻ ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്കുമെന്ന് രോഹിത്തും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നിൻ്റെ കയ്യിലിപ്പ് അല്ലേടി? ആൺപിള്ളേരെ വശത്താക്കി അവരുടെ കയ്യിലുള്ള പണവും സ്വർണവും തട്ടിയെടുക്കുക, ഇതാണ് നിൻ്റെ ഉദ്ദേശമല്ലേ എന്ന് വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് തീർത്തങ്ങ് പറയുന്നുണ്ട് അലീന. പിന്നെ രോഹിത്ത് പറഞ്ഞത് എന്താടി? പിന്നെ അവന് നിന്നെപ്പറ്റി കള്ളം പറയേണ്ട ആവശ്യം എന്താ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ അലീനയ്ക്ക് കഴിഞ്ഞു പോയ തന്നോട് അവൻ അപമര്യാദയായി പെരുമാറിയ കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ കഴിയുന്നില്ല. അലീന പെട്ടെന്ന് രോഹിത്തിൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ ആകെ പരിങ്ങി നിൽക്കുകയാണ്. അലീന എങ്ങാനും അവളോട് മര്യാദയില്ലാതെ പെരുമാറിയ വിവരം ഇവിടെ പറയുമോ എന്നൊരു ഡൗട്ടും ഉണ്ട് അവനക്ക്. ആകെ പകച്ചു നിൽക്കുകയാണ് അവന്.
അങ്ങനെ പറയണമെങ്കിൽ അതിന് വേറെ കാരണം കാണും. അതെനിക്ക് അറിയത്തില്ല എന്നാണ് അലീന പറയുന്നത്. നിന്റെ മുഖമടച്ചൊരു അടി തരുക വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നത് കണ്ട് ബാലൻ അങ്ങോട്ട് വരുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീന പറയുന്നതും കൂടി നീ കേൾക്കണം, അതിനുള്ള മനസ്സ് കാണിക്കുന്നീ എന്ന് വൈജയന്തിയോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട്, അലീനെ നീ പറഞ്ഞതൊക്കെ സത്യമാണോ? ഈ മോതിരം നീ മേടിച്ചിട്ടില്ല അവൻ്റെ കയ്യിൽ നിന്നും? ഇല്ല സാറേ, ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും മോതിരം മേടിച്ചിട്ടില്ല. ആ പിന്നെ മോതിരം മേടിച്ചിട്ടുണ്ടാവില്ല, അവൻ്റെ ബാഗിൽ അവളുടെ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളുടെ വിരലിൽ ഇട്ടിട്ടുണ്ടാവും എന്നാണ് വൈജയന്തി പറയുന്നത്. ഉടനെ തന്നെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സത്യം പറ അലീനെ, എന്താ ഉണ്ടായത്? ഇത് കേട്ടിട്ട് അലീന പറയുന്നുണ്ട്, അവൻ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട് 2-3 തവണ. എന്നോട് പൈസയും സ്വർണവും തരാമെന്നൊക്കെ വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ എനിക്കതൊന്നും വേണ്ട, നിൻ്റെ മനസ്സിലിരിപ്പൊന്നും നടക്കത്തില്ലെന്ന് ഞാൻ അവനോട് തീർത്ത് പറഞ്ഞതാ. ഇത് കേട്ടിട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഓ ഇപ്പോൾ അവനായോ കുറ്റക്കാരൻ? നീയൊന്നും ചെയ്തിട്ടില്ല അല്ലേടി? ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അലീനെ ഈ വിവരങ്ങളൊന്നും നീ ആരോടും പറയാതിരുന്നതെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ അനിയൻ്റെ പ്രായമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചതാ. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, ദേ അന്ന് അവൻ രാത്രി ഇവളുടെ റൂമിൽ വെച്ച് ഞാൻ കണ്ടതാവനെ. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു അവൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന്. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ശരിയാ, അന്ന് രാത്രി വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിച്ചു ഓർമ്മയില്ലേ എല്ലാം എന്ന്. ഞാൻ തിരിച്ചും ചോദിച്ചു, ഞാൻ പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന്. ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാ, ഞാൻ മുഖേന ഈ വീട്ടിലൊരു പ്രശ്നവും ഉണ്ടാകരുതെന്ന് എനിക്ക് അപ്പോൾ തോന്നി, അതുകൊണ്ടാണ് ഞാൻ മേഡത്തോട് അങ്ങനെ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അലീനെ നീ അപ്പോൾ ഈ വൈജയന്തിയോട് പറഞ്ഞില്ലെങ്കിലും നീ പിന്നീട് നിനക്ക് പറയാമായിരുന്നു. ഒന്നാമതേ മേഡത്തിന് എന്നെ ഇഷ്ടമല്ല, പിന്നെ സ്വന്തം ആങ്ങളയുടെ മകനെ പറ്റി കുറ്റം പറയുന്നത് മേഡത്തിന് ഒട്ടും ആവില്ല. പിന്നെ ഈ പ്രശ്നത്തിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് പറയും, അതുകൊണ്ടാ ആരോടും പറയണ്ടെന്ന് വെച്ചത്. അപ്പോഴേക്കും വൈജയന്തി പറയുന്നുണ്ട്, അതെ ഇവൾ പറയുന്നതൊന്നും വിശ്വസിക്കണ്ട, അവൾ പഠിച്ച കള്ളിയാണെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് സങ്കടത്തോടെ നമ്മുടെ അലീന കരയുന്നുണ്ട്. മാഡം, ഞാൻ ഇല്ലാത്ത സമയത്ത് ഹരി എൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതായിരിക്കും മോതിരമെന്ന് അലീന പറയുമ്പോൾ, ഓ പിന്നെ അവനക്ക് വട്ടല്ലേ മോതിരം നിൻ്റെ ബാഗിൽ കൊണ്ടുവന്നിടാൻ എന്നാണ് വൈജയന്തി പറയുന്നത്. അങ്ങനെ അലീന സങ്കടത്തോടെ പതുക്കെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മമ്മിയുടെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് അവൾ ചോദിക്കുന്നുണ്ട്, കണ്ടോ മമ്മി, ഇപ്പോൾ ഞാൻ ആരായി? ഇതിനാണോ എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് അലീന ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോയിലിരിക്കുന്ന നമ്മുടെ മമ്മി അവളോട് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ട്. മോളെ, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇത് കേൾക്കുന്ന സമയത്ത് അലീനയ്ക്ക് കുറച്ച് ആശ്വാസമാകുന്നുണ്ട്. ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, വൈജയ് നമുക്ക് ഹരിയെ വിളിച്ചതെന്ന് ചോദിച്ചാലോ? എന്തിന് ചോദിക്കണം? അവളെ കൊള്ളപ്പള്ളിയിലായിരിക്കുമ്പോഴേ എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകൾ അവർ തമ്മിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൻ ഈ റിങ് കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇനി ഒന്നും ചോദിക്കാനും പറയാനും ഒന്നുമില്ല. നിങ്ങൾക്കെന്താ വിശ്വാസമാകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഈ മോതിരം സ്വർണം തന്നെയാണോ എന്നിങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എന്താ സ്വർണം തന്നെ ആയിരിക്കും, അവന് സ്വർണം കിട്ടാനാണോ പഞ്ഞം, അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടായിരിക്കും. എന്തായാലും ഈ മോതിരം അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനും അവൾക്കും തുല്യ പങ്കുണ്ട് ഈ തെറ്റിൽ. ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ നിങ്ങൾ പറയുന്നത്? കൊല്ലപ്പള്ളിയിലായിരിക്കുമ്പോഴും അവർ തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കും, അതുകൊണ്ടാ അവൻ ഇങ്ങോട്ട് വന്നത്. അവൾ വിളിച്ചു വരുത്തിയിട്ടല്ലേ വന്നിട്ടുണ്ടാവുക, അല്ലാതെ എങ്ങനെയാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതെ നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. അവൻ ഇവിടെ വന്നിട്ട് ഈ തല്ലുകൊള്ളിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്ര ധൈര്യമുണ്ടായിട്ടാ? അത് തൊലിവെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അവളല്ലേ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ തൊലിവെളുത്ത പെൺകുട്ടികൾ ഇവിടെ വേറെയും ഉണ്ട്, നമ്മുടെ മക്കൾ. വൈജയ്, നീ അത് മറക്കരുത്. അവൻ നമ്മുടെ ബബിതയോടാണ് ഈ കൊള്ളരുതായൊക്കെ കാണിച്ചിരുന്നെങ്കിൽ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, അതെ അവനക്ക് അമ്മയും പെങ്ങളെയൊക്കെ തിരിച്ചറിയാൻ പറ്റും, നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ദേഷ്യം വരികയാണ് വൈജയന്തിക്ക്. എന്തായാലും അവൾ അത്ര നല്ല പുള്ളിയൊന്നുമല്ല. നമ്മളില്ലാത്ത സമയത്ത് എപ്പോഴൊക്കെ ഹരിയെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുമെന്ന് ആർക്കറിയാം. എന്തായാലും ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം.
ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് ചിലപ്പോൾ അവൾ അറിയാതെ അവൻ ഈ മോതിരം അവളുടെ ബാഗിൽ ഇട്ടതാണെങ്കിലോ. പക്ഷെ വൈജയന്തി അതിനൊന്നും ചെവിക്കൊള്ളുന്നില്ല. വൈജയന്തി പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നും അല്ലായിരിക്കും, അവനിക്കെന്താ വട്ടൊന്നും ഇല്ലല്ലോ, ഇന്നത്തെ സ്വർണത്തിൻ്റെ വില ബാലേട്ട നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അവൾ ഈ മോതിരം അവൻ അവൻ അവൾക്ക് കൊടുത്തത് തന്നെയായിരിക്കും, അല്ലാതെ വട്ടൊന്നും ഇല്ലല്ലോ അവളുടെ ബാഗിൽ വെറുതെ ഒരു സ്വർണ്ണമോതിരം കൊണ്ടിടാൻ. ഇതിങ്ങനെ വൈജയന്തിയും പറയുന്നുണ്ട്. പിന്നീട് അലീന ബാഗിൽ ഇങ്ങനെ സാധനം തൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഈ വൈജയ്ക്ക് നിന്നോട് ഇത്രയ്ക്ക് ദേഷ്യം, എന്താ നിന്നെ ഇങ്ങനെ കണ്ടുകൂടാത്തതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, ചിലർക്ക് അങ്ങനെയല്ലേ മുത്തശ്ശി, പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ മുഖമായിരിക്കും എൻ്റേതെന്ന് അലീനയും പറയുന്നുണ്ട്. മാഡത്തിന് എന്നെ ആദ്യം കണ്ടത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വീട്ടുജോലിക്കാരിയൊക്കെ സെലക്ട് ചെയ്യേണ്ടത് ഭർത്താവല്ല ഭാര്യമാരാ. അതിൽ സാറിനും തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് മോളെ ബാലചന്ദ്രനല്ലല്ലോ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, മനുവല്ലേ നിന്നെ കണ്ടതും കൂട്ടിക്കൊണ്ടുവന്നതും ഒക്കെ. ബാലചന്ദ്രൻ അവനക്കൊരു തോണ വന്നത് എന്നേയുള്ളൂ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുത്തശ്ശി, ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞു, ഇനി അതൊന്നും മാറ്റാൻ പറ്റത്തില്ല എന്നിങ്ങനെ അലീനയും പറയുന്നുണ്ട്. വൈജയന്തി പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന് അലീനയോട് പറയുന്നുണ്ട്, ഇനി നിന്നെ ഇവിടെ ജോലിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നുണ്ട് ഞാൻ, ഇനി വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും അലീനയ്ക്കും മുത്തശ്ശിക്കും വല്ലാണ്ടാവുന്നുണ്ട്, വളരെ വിഷമാവുന്നുണ്ട്. എന്തുകൊണ്ടാ എന്നെ വേണ്ടെന്ന് വെക്കുന്നതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. വേണ്ട, അത്ര തന്നെ, നീ അത്രയും അറിഞ്ഞാൽ മതിയെന്ന് വൈജയന്തിയും പറയുന്നുണ്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം, എല്ലാ കള്ളന്മാരും കള്ളികളും ഇങ്ങനെ തന്നെ പറയുന്നത്, സ്വന്തം തെറ്റ് മറച്ചു വെച്ച് സംസാരിക്കത്തേ ഉള്ളൂ. ഇത് കേട്ട് മുത്തശ്ശി ഒന്നും അറിയുന്നില്ല. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അവൾ ചെയ്ത തെറ്റ്? അതെ, ഇവൾ പഠിച്ച കള്ളിയമ്മേ, ഒന്ന് തെളിച്ച് പറ വൈജയ് എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട്. ഉടനെ വൈജയന്തി പറയുന്നുണ്ട്, അമ്മേ, ആൺപിള്ളേരുള്ള വീട്ടിൽ നിർത്താനും പറ്റത്തില്ല, പണപ്പെട്ടി തുറന്നു വെക്കാനും പറ്റത്തില്ല, അതാ സ്വഭാവം. ഇത് കേട്ടിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് വിഷമാവുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, വൈജയ് അലീന ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാം ആ ഹരിയുടെ വികൃതികളാ. ഇത് കേട്ടിട്ട് അമ്മയ്ക്ക് എന്താ അറിയാമെന്ന് ചോദിക്കുമ്പോൾ വൈജയ് നിനക്കൊന്നും അറിയില്ല, എനിക്കേ ഇതെല്ലാം അറിയത്തുള്ളൂ